കടലാക്രമണ ഭീഷണിയെ തുടർന്ന് ചെല്ലാനത്ത് കടുത്ത പ്രതിഷേധമുണ്ടാവുകയാണ്. പ്രദേശവാസികൾ കടലിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധ ദൃശ്യങ്ങൾ ആദ്യം. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചെല്ലാനത്ത് നിന്ന് ചേരുന്നുണ്ട്. കടലിൽ ഇറങ്ങിയാണ് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്. അരുൺ, ഇപ്പോൾ ഈ കടൽ ഭിത്തിയൊക്കെ നിർമ്മിച്ച് അതിൻ്റെ വലിയ ആഘോഷമൊക്കെ കണ്ടതാണ്. വലിയ ഒരു തരത്തിൽ കിലോമീറ്ററുകളോളം ആളുകളുടെ ജീവിതം സുരക്ഷിതമായി എന്നൊക്കെ കരുതിയതാണ്. ഇതിപ്പോൾ ഇത് ഏത് ഭാഗത്താണ് പ്രതിഷേധം? കടൽ ഭിത്തി ഇങ്ങോട്ടേക്ക് ഇല്ലേ? എന്താണ് അവിടുത്തെ സാഹചര്യം? ദിവിഷ, അതാണ് നമ്മളുടെയൊക്കെ ഒരു ധാരണ. അതായത് ചെല്ലാനത്ത് കടൽ ഭിത്തി നിർമ്മിച്ചു, അവിടുത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചു എന്നുള്ളതാണ് ഈ പ്രദേശത്തിന് പുറത്തുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല സത്യം. അതായത് ചെല്ലാനത്തെ 7 കിലോമീറ്റർ, അതായത് 11ാം വാർഡ് മാത്രമാണ് ഇത്തരത്തിൽ കടൽ ഭിത്തി നിർമ്മിച്ചത്, അതായത് ടെട്രാപോഡ് പാകിയിരിക്കുന്നത്. പക്ഷേ അതിന് ശേഷമുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായും കടലാക്രമണ ഭീഷണി ഉള്ള സ്ഥലമാണ്. കടലാക്രമണ ഭീഷണി എന്നുള്ളത് കടലാക്രമണം ശക്തമായ സ്ഥലമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണിക്കാൻ കഴിയും. കുറച്ചുകൂടി ഈ സമരം ചെയ്യുന്നതിന് ഏകദേശം ഒരു 100-300 മീറ്റർ അപ്പുറത്ത് വരെയാണ് ഈ ടെട്രാപോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉള്ള സ്ഥലം, ഇവിടെ നിന്ന് ഏകദേശം ഫോർട്ട് കൊച്ചി വരെയുള്ള സ്ഥലത്ത് ഇതുപോലെ ശക്തമായ കടലാക്രമണമുണ്ട്. പല വീടുകളും അടക്കം ചെയ്തു പോയി എന്ന് പറയേണ്ടി വരും. കാരണം അവിടൊക്കെ മണ്ണ് മൂടി അവിടുന്ന് ഒഴിഞ്ഞു പോയൊരു അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ ഈ ചെല്ലാനത്തെ വികസനത്തിന്റെ പേരിൽ വിട്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. ചെല്ലാനത്ത് ഒരു സ്ഥിരമായി കേൾക്കുന്ന ഒന്നായിരുന്നു. ചെല്ലാനം പഴയ ചെല്ലാനമല്ല, അവിടെ മാറ്റിയിരിക്കുന്നു. അത് വികസനത്തിലൂടെയാണ്, അത് ഇച്ഛാശക്തിയിലൂടെയാണ്, അത് ഇടപെടലിലൂടെയാണ് തുടങ്ങിയ ഒരുപാട് ആഘോഷങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അതല്ല യാഥാർത്ഥ്യം എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് അരുൺ. തീർച്ചയായിട്ടും ചെല്ലാനത്ത് ഒരു ഭാഗത്ത് വികസനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഉറക്കെ പറയുന്നുണ്ട്. പക്ഷേ ചെല്ലാനത്ത് ഒരു ഭാഗത്ത് മാത്രമേ വികസനം ഉണ്ടായിട്ടുള്ളൂ എന്നത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. മറുഭാഗത്ത് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇതുപോലെ. ഇവരിപ്പോൾ കടലിൽ ഇറങ്ങി നിന്ന് അത് തിരമാലകളെ പ്രതിരോധിക്കുകയാണ്. ആ തിരമാലകളുടെ ശക്തിയിൽ ഒഴുകിപ്പോകാൻ പോലെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവർ പിടിച്ചു നിൽക്കുകയാണ്. ജീവിക്കാൻ വേണ്ടിയാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ഈ തിരമാലകളെ പോലും നേരിടാൻ തങ്ങൾ കഴിയാത്ത അവസ്ഥയുണ്ട്. കാരണം അവരുടെ വീടുകളിലേക്കാണ് ഈ കടല് ഇരച്ചെത്തുന്നത്. അങ്ങനെ പല ആൾക്കാരും ഇവിടെ നിന്ന് പലായനം ചെയ്തു പോയിട്ടുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വീടുകൾ അടക്കം ചെയ്തു പോയിട്ടുണ്ട്. ആ ദുരവസ്ഥയുടെ അവസാനമായിട്ടാണ് അവരിപ്പോൾ കല്ലില്ലെങ്കിൽ കടലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ചെല്ലാനത്തെ ബീച്ചിലേക്ക്, പുത്തൻതോട് ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ അവർ കടലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പല സമയത്ത് പല ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഒക്കെ പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. കളക്ടർ പറഞ്ഞിട്ടുണ്ട് ജിയോ ബാഗ് പാകാമെന്ന് എല്ലാം പറഞ്ഞു. നിങ്ങളുടെ മന്ത്രിമാർ വന്നിട്ടുണ്ട്, MLA മാർ വന്നിട്ടുണ്ട്, MP വന്നിട്ടുണ്ട്, കളക്ടർ വന്നിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പരിഹരിക്കാമെന്ന്. പക്ഷേ നിങ്ങൾ 2019 മുതൽ സമരത്തിലാണ് ഇല്ലേ? എല്ലാവരും എല്ലാ കൊല്ലവും വന്ന് പറ്റിക്കണേ ഞങ്ങളാ. ഒന്നും ചെയ്തു തന്നെയില്ല. ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എല്ലാം ഉണ്ടാക്കി തരാന്ന് പറയും. പക്ഷെ ഒരു സാധനം ഉണ്ടാക്കി ഇതുവരെ ഞങ്ങൾക്ക് കണ്ടില്ല. പുറത്ത് പറയുന്നത് ചെല്ലാനത്ത് ടെട്രാപോഡ് പാകിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ആ ഭാഗത്തെ കുറിച്ചല്ലേ? അല്ല, അവിടെ മാത്രമല്ലേ ഇതല്ലേ ഗ്യാപ്പ്. ഇതിന് വല്ല ഇതുകൊണ്ടാ ഇവിടെ പോലെ അങ്ങ് അറ്റം വരെയും കിടക്കണ ഈ രാത്രി കടൽ കയറിയ കൊച്ചുങ്ങളായിട്ടൊക്കെ അങ്ങോട്ട് പോകും. ഞങ്ങൾ വല്ലയിടത്തോട്ട് പോകാൻ സൗകര്യം ഉണ്ടോ ഞങ്ങൾക്കൊക്കെ? കാണാൻ കഴിഞ്ഞ പല വീടുകളും മണ്ണ് മൂടി പോയിക്കുന്നു ആണ് പറയണത്. ഈ കയറി വരും, പിന്നെ അത് വെള്ളം എപ്പോഴും പറഞ്ഞു പറ്റിക്കല. ഇതിനകത്ത് ഈ കടലിന്റെ ഉള്ളില് ഇവിടെ താമസിക്കുന്ന തീരവാസികളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. വീട് കൊണ്ടുപോയേക്കണേന്ന് ഒരു 10-30 വീടുണ്ട് ആ കടലിനകത്ത്. ഞങ്ങളൊക്കെ വരുമ്പോഴേ ഇവിടെയൊക്കെ നിറച്ച് മണ്ണാണ്. കടൽ വല്ലയിടത്താണ്. അതെല്ലാം മാന്തി 30 വീട് കൊണ്ടുപോയിട്ട് ചെല്ലാനത്ത് കൊണ്ട് പാർപ്പിക്കും. നിങ്ങൾ താമസിക്കുന്നത് പോലും താമസിക്കാൻ കഴിയാത്ത അവസ്ഥ, ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ. പറ്റണില്ല. ഞങ്ങള് കിട്ടണത് കൊണ്ട് ജീവന പിന്നെ ആരംഭിച്ചു വരും, അത് പിന്നെ നശിപ്പിച്ചു കളയും കടലിൽ. ഞങ്ങൾക്ക് കിടന്നുറങ്ങണ. മെയ് 14 ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. മെയ് 14 ഇതുവരെ ഒരനക്കവുമില്ല, ഒന്നുമില്ല.
അവസാനം ഇവർക്ക് നൽകിയ ഒരു വാഗ്ദാനം കളക്ടറായിരുന്നു. കളക്ടർ പറഞ്ഞത് മെയ് 14 ദിവസമുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ജിയോ ബാഗ് പാകുമെന്നുള്ളതായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. അതിനുശേഷമാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യർ ഇങ്ങനെ കടലിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നത്. മുറിയിൽ സുരക്ഷിതരായിരിക്കുന്ന സമയത്ത് ജീവിക്കാനുള്ള പെടാപ്പാടാണ് ഈ കാണുന്നത്. കടലിലാണ് ഇറങ്ങി നിൽക്കുന്നത്, അതും കലികൊണ്ട കടലാണ്, കാലവർഷ കടലാണ്. ഞങ്ങള് എല്ലാവരും കൂടി വീടുകൾ തോറും എല്ലാ വീടുകളിലും കയറി ഓരോരുത്തരുടെ വീട്ടുപേരും സൈനും ഒക്കെ ചെയ്യിച്ച് ഞങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടേ കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കടലിൽ കയറി കഴിയുമ്പോൾ മാത്രമേ ജിയോ ബാഗ് ഞങ്ങൾക്ക് പാസ്സാക്കി തരുള്ളതെന്ന് പറഞ്ഞു. അവരതിൻ്റെ കാര്യങ്ങളെല്ലാം ഇടപെട്ട് അത് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്ത് പറഞ്ഞെന്നറിയാമോ? മണ്ണിപ്പയുണ്ട്, ജിയോ ബാഗ് വിടാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ മണ്ണൊലിച്ചു പോകും, കടലിൽ കയറിയാൽ മണ്ണൊലിച്ചു പോയാൽ മണ്ണ് നമ്മ എവിടെ പോയി ഉണ്ടാക്കും. ഇപ്പോൾ നമുക്ക് വാടയുണ്ട്, ആ വാടയിലെ മണ്ണെടുത്ത് ജിയോ ബാഗ് നിറച്ച് നമുക്ക് അവിടെ കറക്റ്റാക്കി ഫുള്ളായിട്ട് ഇടാം. പക്ഷെ ഞങ്ങളോട് പറഞ്ഞത് അതിൻ്റെ നീക്കുപോക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരം പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല. സർക്കാരിതിനെ ഞങ്ങൾ മുന്നേറും. ഞങ്ങൾക്ക് ജീവിക്കണം സാറേ, ഞങ്ങൾ ജനിച്ച നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ കടലാക്രമണത്തിന്റെ ഇരകളാണ്. ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ സമ്പാദ്യം എല്ലാം പോയി, ഞങ്ങളുടെ ജീവൻ മാത്രമേ ഉള്ളൂ. ഇനി ഈ കടലാക്രമണത്തിന് അതും കൂടി ഞങ്ങൾക്ക് നഷ്ടപ്പെടും. ഞങ്ങൾ അനുഭവിച്ചല്ലോ, ഞങ്ങളുടെ മക്കളെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കണം. എല്ലാവരും ഞങ്ങളെ പറ്റിക്കണേ. തീർച്ചയായിട്ടും അവരെ എല്ലാവരും പറ്റിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത് പ്രായമായവരാണ്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. കാരണം അവരുടെ ഭാവി കൂടിയാണ് ഇങ്ങനെ കടലെടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ഒരു വിദ്യാർത്ഥിയുമായിട്ട് സംസാരിക്കും. മോൻ എത്ര പഠിക്കുന്നേ? എല്ലാം കടലാക്രമണം എങ്ങനെയാ? വീട്ടിലൊക്കെ വെള്ളം കയറാറുണ്ടോ? പിന്നെ ഞങ്ങള് ചെറുകിടവിലാ താമസിക്കണം. അവിടെ ഭയങ്കര കടലേറ്റവും വലിയ കടല് കയറിയിട്ടുണ്ടെങ്കിൽ പേടിച്ചാ ജീവിക്കണം. അവിടെ വെള്ളം കയറാറൊക്കെ ഉണ്ട്. വീടിനകത്ത് വെള്ളം കയറുമോ? ഒരു വലിയ കയറ്റം കയറിയിട്ടുണ്ടെങ്കിൽ വീടിനകത്ത് ഉറപ്പായിട്ടും കയറും. ഞങ്ങൾ ഒന്നാമത് ഇപ്പൊ ചാക്കൊക്കെ കെട്ടി ഇപ്പൊ വെച്ചിട്ടുണ്ട്. എന്താവോന്നാക്കറേ. നല്ലൊരു വീടും നല്ല സുരക്ഷിതമായി ഉറങ്ങാനുള്ള ഒരു സ്ഥലവും വേണമെന്ന് ആഗ്രഹമില്ലേ? നല്ല ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ കടൽ കയറി ഞങ്ങളുടെ വീടെല്ലാം പോയിരിക്കണം. ഇനി ഒരു നല്ലൊരു വലിയ കയറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് എന്തായാലും പോയതാണ്. പഠിക്കാൻ കഴിയുന്നുണ്ടോ ഈ കടലാക്രമണ ദിവസങ്ങളൊക്കെ? എന്താ ചെയ്യുന്നത്? കടലാക്രമണ വലിയ കയറ്റത്തിനൊക്കെ ഒന്നും ഞാൻ പഠിക്കാറൊക്കെ പോകാൻ പറ്റാറൊന്നുമില്ല. അവിടെയൊക്കെ ഭയങ്കര ഒഴുക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനൊന്നും പോകാൻ പറ്റില്ല. അതിന് ഭേദം കടലിൽ അവിടെ കല്ലിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ചെറുകിടവ് തൊട്ട് ഇവിടം വരെയൊക്കെ ഒട്ടും കല്ലില്ല. സ്കൂളിൽ ചെല്ലുമ്പോൾ മറ്റു കുട്ടികളൊക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരില്ല, അവരെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അവൻ്റെ സ്കൂളിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ വീട്ടിലൊന്നും പ്രശ്നമൊന്നുമില്ല, അത് വെള്ളമൊന്നും കയറാത്ത സുരക്ഷിതമായി താമസിക്കുന്ന ആൾക്കാരുടെ വീട് എല്ലാ ആൾക്കാരും വെള്ളം കയറും. പക്ഷേ ഞങ്ങളുടെ വീട് ഏറ്റവും കടലിൻ്റെ അടുത്താണ്. അവരുടെ അത്ര അടുത്തല്ല. അപ്പോൾ കയറിയാലും 2-3 വീട്ടിൽ മാത്രമേ കയറുള്ളൂ. അത്ര വീട്ടിൽ വേറെ ആൾക്കാരുടെ വീട്ടിലൊന്നും കയറൂല. ശരിയാണ്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ്. അതിപ്പോൾ ഏകദേശം 7.5 കിലോമീറ്ററോളം ദൂരത്തിലാണ് അവിടെ ചെല്ലാനം ഫിഷിംഗ് ഹാർബർ മുതൽ പുത്തൻതോട് ബീച്ച് വരെയാണ് ഈ ഇത്രയും ഏകദേശം 350 കോടിയോളം മുടക്കി 2021 തുടങ്ങിയ പണി കഴിഞ്ഞ ഡിസംബർ 31 ഒരു പുതുവത്സര സമ്മാനം എന്ന നിലയ്ക്കാണ് ചെല്ലാനത്തുകാർക്ക് സമ്മാനിക്കുന്നത് എന്ന നിലയിലാണ് ഈ കടൽഭിത്തി നിർമ്മാണം ഉണ്ടായത്. പക്ഷെ അതുകൊണ്ട് ചെല്ലാനത്തെ പ്രശ്നം തീർന്നു എന്നായിരുന്നു എല്ലാവരും. അവിടെ വികസന പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്, അവിടെ വലിയ തോതിൽ ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. തുടരെ ചെല്ലാനത്തെ കടലാക്രമണം എന്ന വാർത്തകൾ വരുന്ന ഒരു സമയത്തായിരുന്നു ഈ പറയുന്ന വളരെ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് പരിഹാരമായിട്ടില്ല എന്നുള്ളതിന്റെ നേരക്കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നോക്കൂ, മൈക്ക് വെക്കുമ്പോൾ സ്ത്രീകളൊക്കെ എത്ര അല്ലെ അവരുടെ സംസാരം, അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒട്ടും രാഷ്ട്രീയ പ്രേരിതമായ പല ഭാഷകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് അവനവന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുള്ള കൃത്യമായ പ്രതികരണമാണ്. അതിനോട് പ്രതികരിക്കാതിരിക്കാൻ ഒരു സംവിധാനത്തിനും കഴിയില്ല. പ്രത്യേകിച്ചും വലിയ വികസന പദ്ധതികൾ ഉണ്ടായാൽ അതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നൊരു ധാരണ പൊതുവെ സമൂഹത്തിനുണ്ടാകും. ചെല്ലാനത്ത് ഇപ്പോഴും കുറേയേറെ മനുഷ്യർ ജീവിത പ്രതിസന്ധിയിലാണ് എന്നാണ്. കടലിലിരുന്ന് കടൽ വെള്ളം തെരുതല്ലി കയറി വരുമ്പോഴും അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് അമ്മമാരും കുട്ടികളും ഒക്കെ പോയത്. അതിൻ്റെ വിവരങ്ങളാണ് നമ്മൾ രാജേഷ് ശങ്കർ പങ്കുവച്ചത്.